നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ രുചികരമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാനിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം. സാധാരണ നമ്മൾ നെയ്യിൽ പഴം വാട്ടിയെടുക്കാറുണ്ടല്ലോ, അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. തിരിച്ചും മറിച്ചുവിട്ടിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്നിങ്ങനെ വാട്ടിയെടുത്താൽ മതി. അങ്ങനെ ഫസ്റ്റ് ബാച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പഴവും നമുക്ക് ഇതുപോലെ ഒന്ന് നെയ്യിൽ വാട്ടിയെടുക്കണം. അങ്ങനെ ഇതാ എല്ലാം ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ പഴം വാട്ടിയെടുത്ത അതേ പാനിലോട്ട് തന്നെ അല്പം കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കണം. ഞാനിവിടെ പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതല്ലാന്നാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഒത്തിരി ഡ്രൈ ആയി പോരുത് തേങ്ങ, ജസ്റ്റ് ഒന്ന് എല്ലാം മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നനവോട് കൂടി തന്നെയാണുള്ളത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് മൈദയാണ്. മൈദക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ലൊരു ദോശമാവിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ദോശമാവിനേക്കാളും അല്പം ഒന്ന് കട്ടിയിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ പഴമൊക്കെ വാട്ടിയെടുത്ത പാൻ ഉണ്ടല്ലോ, അതേ പാനിലോട്ട് തന്നെ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ ദോശയൊക്കെ ചുടുന്നത് പോലെ കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ദോശമാവിനേക്കാളും അല്പം ഒന്ന് കട്ടിയിലാണ് ഈ ബാറ്റർ വേണ്ടത്. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വാട്ടി വെച്ചിരിക്കുന്ന പഴം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യരുത്, ഇതുപോലെ നീളത്തിൽ തന്നെ വെച്ച് കൊടുക്കണം. അതിനുശേഷം എത്രത്തോളം വെച്ച് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം പഴം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കണം. ഈ തേങ്ങ നേരത്തെ നെയ്യിൽ വാട്ടുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാഷ്യൂ നട്ട്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത്. അതല്ലാന്നാണെങ്കിൽ നല്ല ചൂടുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒരു സ്പൂൺ യൂസ് ചെയ്താൽ മതി. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്ക് ഇതാ ഇവിടെ തയ്യാറായിട്ടുണ്ട്. 2 സ്നാക്കിനെ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി സ്നാക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെയാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണിത്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല രുചിയാണ്, കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. നെയ്യുടെയൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.